ഒരു എങ്ങനെയാണ് BDFTയിൽ സിമ്പിളായിട്ട് ഡിസ്കോഡ് ബോട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞുതരാം. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക, അതിൽ ഡിസ്കോഡ് ഡെവലപ്പർ പോർട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് അതിൽ സെർച്ച് ചെയ്തിട്ട് അത് ഫസ്റ്റ് വരുന്ന ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഈ 3 വരെ ആക്കിയിട്ട് ആപ്ലിക്കേഷൻസ്. ഇപ്പോൾ നിങ്ങളെ അക്കൗണ്ട് ഇവിടെ ലോഗിൻ ചെയ്യാൻ പറഞ്ഞു വരും. അപ്പോൾ അത് ലോഗിൻ ചെയ്തിട്ട് വരാം. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. അതിൻ്റെ ന്യൂ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഒരു ടിക്ക് കൊടുത്തിട്ട് നിങ്ങളുടെ ബോട്ടിൻ്റെ പേര് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഇത് കൊടുക്കുന്നു. എന്നിട്ട് ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഹ്യൂമനാണ്. ഓക്കെ, ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റായി. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ബോട്ടിൻ്റെ ഫോട്ടോ ബോട്ടിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ അതൊക്കെ സെറ്റാക്കാം. പിന്നെ ഇതൊരു 3 സൈഡിലൊരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് ഇവിടെയാണ് മെയിനായിട്ട് വരുന്നത്. ഇവിടെ ഫോട്ടോ, ബാനർ, പേര് ഒക്കെ വരും. ഇതൊരു പബ്ലിക് ബോട്ടാണ് ഇപ്പോൾ ഓണായി കിടക്കുന്നത്. നിങ്ങൾ മസ്റ്റായിട്ട് ഈ 3 ഓണാക്കി ഇടുക, സേവ് കൊടുക്കുക. നിങ്ങൾക്ക് ഇത് പബ്ലിക് ബോട്ടല്ല പ്രൈവറ്റ് ബോട്ട് ആക്കണമെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാളേഷൻ്റെ അവിടെ വരിക. അതിൽ ഡിസ്കോഡ് പ്രൊവൈഡർ ലിങ്ക് എന്നുള്ള മാറ്റിയിട്ട് 2 കൊടുത്തു കഴിഞ്ഞ് സേവ് അടിച്ചിട്ട് ഇപ്പം സേവ് അടിക്കാം. ഓക്കെ, സേവായി. എന്നിട്ട് ബോട്ട് വന്നിട്ട് ഈ പബ്ലിക് ബോട്ടൊക്കെ ഇട്ട് ഓഫാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പബ്ലിക് ബോട്ട് എന്നുള്ള ഓഫാക്കാൻ പറ്റും. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോക്കൺ റീസെറ്റ് ചെയ്യണം. യെസ്, ഡു ഇറ്റ്. എൻ്റർ ഒരു മൾട്ടി ഫാക്ടർ അത് അടിച്ചിട്ട് വരാം. അത് ടോക്കൺ അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. എന്നിട്ട് അവിടെ നിന്ന് ഇത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട എവിടെയെങ്കിലും കൊണ്ട് പേസ്റ്റ് ചെയ്ത് വയ്ക്കാം. അത് കഴിഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഓതറൈസേഷൻ്റെ എടുക്കുക. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ബോട്ട് എന്നുള്ളത് വേണ്ട, അത് ടിക്ക് കൊടുക്കുക. നിങ്ങൾക്ക് ബോട്ടിന് പെർമിഷൻ വേണ്ട ഏതൊക്കെയാണോ അതൊക്കെ കൊടുക്കുക. ഇപ്പം അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടെങ്കിൽ എല്ലാ ബോട്ടിനും എല്ലാ പെർമിഷനും കിട്ടും. തൽക്കാലം ഇവിടെ ഞാൻ അഡ്മിനിസ്ട്രേറ്റർ കൊടുത്തു. ഈ താഴെയുള്ള കോപ്പി നിൽക്കുക. എന്നിട്ട് അതാണ് ബോട്ടിന് ഇൻവൈറ്റ് ചെയ്യാവുന്ന ലിങ്ക്. പ്രൈവറ്റ് ബോട്ട് കാരണം ലിങ്ക് വഴി ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. ആ ലിങ്ക് വെച്ച് ഇൻവൈറ്റ് ചെയ്യാം. അതെവിടെയെങ്കിലും സേവ് ആക്കി വയ്ക്കുക. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അത് ഇവിടെ നിന്ന് എടുത്തിട്ട് ബോട്ട് എവിടെയാണ് വേണ്ട ഫോക്സ് ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് അവിടെ കണ്ടിന്യൂ കൊടുക്കുക. വേണ്ട സെർവറിലേക്ക് ആഡാക്കുക. ബോട്ട് ആഡായിട്ടുണ്ട്. ഇനി ബോട്ട് ഡിസൈനറിൻ്റെ ആപ്പ് എടുക്കുക. നെക്സ്റ്റ് ഓക്കെ, ക്രിയേറ്റ് ന്യൂ ബോട്ട് കൊടുക്കുക. നിങ്ങളുടെ ബോട്ടിൻ്റെ പേര് തൽക്കാലം കൊടുക്കുക. ബോട്ടിൻ്റെ ടോക്കൺ അവിടെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഷെയർ കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകും. ആ ഷെയർ കോഡിൻ്റെ അവിടെ ടിക്ക് ചെയ്യുക. എന്നിട്ട് ഞങ്ങളിപ്പം ഒരു കോഡ് തരും. അപ്പം ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുത്ത കോഡാണ്. ആ കോഡ് വന്നിട്ട് ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ കോഡ് തരാം. അത് നിങ്ങൾ ആ കോഡ് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. എടുത്തിട്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം ടിക്ക് കൊടുത്തിട്ട് ക്രിയേറ്റ് ബോട്ട് കൊടുക്കുക. വേണ്ട ഫോക്സ് ഡെവലപ്മെൻറ്റ് ബോട്ട് ക്രിയേറ്റ് ആയി. വേണ്ടോ, ആ ഷെയർ കോഡ് ഉള്ള കാരണം ഞങ്ങൾ അടിച്ചു വെച്ചാൽ ഞങ്ങൾ ഇതിനകത്ത് തന്നേക്കുന്ന എല്ലാ കോഡും ഇതിനകത്തുണ്ട്. എല്ലാം ഇത്രയും കോഡ് തന്നിട്ടുണ്ട്. നിങ്ങളിവിടെ വേരിയബിളായിട്ടൊന്നും ചെയ്യാൻ നിൽക്കരുത്. ഇതൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. പിന്നെ ഇവിടെ എൻട്രീസുള്ള കോഡ് തരാം. ഓക്കെ, തൽക്കാലം അത്രേ ഉള്ളൂ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബോട്ട് സെറ്റായി. ഇനി ബോട്ടിനെ റണ്ണാക്കാൻ ഫ്രീ ഹോസ്റ്റിംഗ് ടൈം ഇങ്ങനെ ഇപ്പോൾ ഇതിവിടെ നമ്പറത്തിലോട് 933. ഓക്കെ, 30 മിനിറ്റത്തേക്ക് ബോട്ട് റണ്ണായി. വാച്ച് ആഡ് ഫോർ ഇത് കണ്ടോ, അതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 30 സെക്കൻഡ് ആഡ് വരും. 140 മിനിറ്റ് കിട്ടും. 140 മിനിറ്റ് കിട്ടി. അങ്ങനെ എത്ര നേരം വേണമെങ്കിലും ആഡ് കണ്ട് നമുക്ക് ബോട്ടിനെ അപ്പാക്കി വയ്ക്കാൻ പറ്റും. ആഡ് കണ്ടാൽ മതി, ബോട്ട് റണ്ണായിക്കൊണ്ടിരിക്കും. ഇത്രേ ഉള്ളൂ. ഇനി ഡിസ്കോഡിൽ വന്നിട്ട് വെക്കാം. ഇനി ബോട്ടിൽ നമ്മൾ ആഡാക്കിയായിരുന്നു. ഓക്കെ, സ്കിപ്പ് എക്സ് സെർവറോടെ ബോട്ട് ഇവിടെ ലാൻഡായി. ഇതേ ബോട്ട് റണ്ണിങ് ആണ്. ഓൺലൈൻ ഇതിൽ ഇപ്പം നമ്മൾ ഹെൽപ്പ് പ്രിഫിക്സ് അതാണ് കൊടുത്തേക്കുന്നത്. കണ്ടോ,
ബോട്ട് സെറ്റാണ്, ബോട്ട് പെർഫെക്റ്റ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയാണ് ബോട്ടൊക്കെ ഉണ്ടാക്കാൻ. ഇപ്പം ഇത്രയും കമാൻഡ് നിങ്ങളവിടെ ഇതിൻ്റെ അകത്ത് ആഡാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് സൗകര്യം പോലെ നോക്കാം. ഇനി എന്തെങ്കിലും വേറെ എക്സ്ട്രാ വേണമെങ്കിൽ CATൻ്റെ ഡിസ്കോഡിൽ വന്നാൽ മതി. എല്ലാം കോഡും തരുന്നതാണ് ഫ്രീ ആയിട്ട്. എല്ലാവരും ഡിസ്കോഡ് ബോട്ട് ഉണ്ടാക്കി സെറ്റ് ചെയ്യുക.